ഒരു ഇറാനിയൻ യുവാവുണ്ടായിരുന്നു. പുള്ളി ജോലി അന്വേഷിച്ച് അമേരിക്കയിലെത്തി. അമേരിക്കയിൽ അക്കൗണ്ടന്റ് ജോലിയിലായിരുന്നു പുള്ളി ആദ്യം ജോയിൻ ചെയ്തത്. പിന്നീട് ജോലി നഷ്ടപ്പെട്ടു. ഒരുപാട് ജോലിക്ക് വേണ്ടി അലഞ്ഞു. അവസാനം പുള്ളി ഒരു സ്ഥലത്ത് ഇങ്ങനെ തളർന്നിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിന് ഒരു ജോലി ഓഫർ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് സെയിൽസ് ജോലിയിലേക്ക് എൻട്രി കിട്ടി. പിന്നീട് ഇൻഷുറൻസ് സെല്ലിംഗ് ആയിരുന്നു പുള്ളിയുടെ പ്രൊഡക്റ്റ്. പുള്ളി ഇൻഷുറൻസ് സെല് ചെയ്യാൻ ശ്രമിച്ചു. ഓരോ ആൾക്കാരുടെ അടുത്ത് പോയി ചോദിക്കും, ഇൻഷുറൻസ് വേണോ, ഇൻഷുറൻസ് വേണോ. എല്ലാവരും പറയും വേണ്ട വേണ്ട വേണ്ട, എല്ലാവരും വേണ്ടാന്ന് പറയും. പുള്ളിക്ക് മടുത്തു. ഒരാൾ പോലും ഇൻഷുറൻസ് എടുക്കുന്നില്ല. അവസാനം പുള്ളി വന്ന മാനേജറോട് പറഞ്ഞു, സാർ എനിക്ക് ജോലി പറ്റില്ല, കാരണം ഞാൻ ആരോടൊക്കെ പോയി ചോദിക്കുന്നത് എല്ലാവരും വേണ്ടാന്ന് പറയാണ്. ഈ മാനേജർ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഞാനൊരു കാര്യം ചെയ്യാം, എല്ലാ ദിവസവും $50 തരാം, നീ ഒരൊറ്റ പണി ചെയ്താൽ മതി. എല്ലാ ദിവസവും ഒരു 50 ആളെടുത്ത് പോയിട്ട് ഇൻഷുറൻസ് വേണ്ട എന്ന് പറയുന്ന ആളുടെ പേരും നമ്പറും എഴുതി എനിക്ക് കൊണ്ടു തന്നാൽ മതി, എനിക്ക് ദിവസവും $50 ഞാൻ തരുന്നു പറഞ്ഞു. ഇങ്ങനെ പുള്ളി ചോദിക്കാൻ, കാരണം $50 കിട്ടൂലേ, പക്ഷെ എല്ലാ ദിവസവും ഈ 50 ആളിൽ ഏതെങ്കിലും ഒരുത്തൻ എനിക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി അറിഞ്ഞാൽ കൊള്ളാം, ഡീറ്റെയിൽസ് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അത് എഴുതി കൊടുക്കും. എല്ലാവരും വേണ്ട എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞ് മാനേജറത്തെ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് പുള്ളി $100 കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇന്നലെ ചെയ്ത സെയിൽസിന്റെ കമ്മീഷനാണ്. ഈ പുള്ളിയുടെ പേരാണ് മെഹദി ഫക്കർസാദെ എന്ന് പറയുന്നത്. അമേരിക്കയിലെ നമ്പർ 1 ഇൻഷുറൻസ് സെല്ലിംഗ് സെയിൽസ് പേഴ്സൺ ആണ് മെഹദി ഫക്കർസാദെ എന്ന് പറയുന്നത്. മെറ്റ് ലൈഫിൽ നിന്ന് പുള്ളി ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ സിഇഒന്റെ 2 മടങ്ങ് ഇൻകം വാങ്ങിയിട്ടാണ് പുള്ളി ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങിയത്. ഈ പുള്ളിയുടെ ഒരു ഇന്റർവ്യൂവിൽ ഒരു പുതിയ സെയിൽസ്മാന് കൊടുക്കുന്ന ഏറ്റവും നല്ല ഉപദേശം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളിനി പഠിക്കാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, അദ്ദേഹം പറയുന്നുണ്ട്, നന്നായിട്ട് കഥ പറയാൻ അറിയുന്ന സെയിൽസ്മാൻ ഉണ്ടെങ്കിൽ അവനാണ് ഏറ്റവും ബെസ്റ്റ് സെയിൽസ് പേഴ്സൺ. അവന്റെ സെയിൽസ് ഉറപ്പായിട്ട് ടോപ്പിലായിരിക്കും.